ബാങ്ക് മേഖലയിൽ മികവ് തെളിയിച്ച മട്ടാഞ്ചേരി സാർവജനിക് സഹകരണ ബാങ്ക് നിക്ഷേപ വളർച്ചയിൽ മികച്ച വിജയമാണ് ബാങ്ക് കൈവരിച്ചിരിക്കുന്നത്. ഒക്ടോബർ ആദ്യവാരത്തോടെ UPI പേയ്മെന്റ് സേവനങ്ങൾ ഔദ്യോഗികമായി തുടങ്ങുമെന്ന് ബോർഡ് അംഗങ്ങൾ. 3.5 വർഷം നീണ്ടു നിൽക്കുന്ന ഭരണസമിതിയുടെ പ്രവർത്തനക്ഷമത വ്യക്തമാക്കി മട്ടാഞ്ചേരി സാർവജനിക് സഹകരണ ബാങ്ക്. മികച്ച വളർച്ചയാണ് ബാങ്കിന്റെ കഴിഞ്ഞ പ്രവർത്തന കാലയളവിൽ ഉണ്ടായിരിക്കുന്നതെന്ന് ബാങ്ക് ഭരണസമിതി വ്യക്തമാക്കി. ബാങ്കിന്റെ ഓഹരി മൂലധനത്തിൽ 11.34% വർധനവും 36,000 അംഗങ്ങളുള്ള ബാങ്കിന്റെ നിക്ഷേപത്തിൽ 19.01% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അംഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സാർവജനിക് ഇൻഷുറൻസ് പ്രീമിയം ലോണുകൾ ലളിതമായ നിബന്ധനകളിൽ 50,000 രൂപ വരെ അനുവദിച്ചതായും ഒക്ടോബർ ആദ്യവാരത്തിൽ തന്നെ UPI പേയ്മെന്റുകൾ ആരംഭിക്കുമെന്നും ബോർഡ് അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. ചെയർമാൻ PV ജയപ്രസാദ്, വൈസ് ചെയർമാൻ വിശ്വനാഥ് ഹരിഭട്ട്, ഡയറക്ടർമാരായ ഉമേഷ് മല്യ V, സന്നകുമാർ G, സൈലേഷ് A പൈ, നവീൻ R പൈ, ലളിത പ്രകാശ്, സന്ധ്യ മഹേഷ്, ദണ്ഡാപാണി P, ചന്ദ്രമതി H ഷേണായി, ഉമ R കമ്മത്ത്, ബോർഡ് ഓഫ് മാനേജ്മെന്റ് മെമ്പർമാരായ മധുക്കർ ഭട്ട്, രാമാനന്ദ പൈ, DGM ഇൻചാർജ് ഉഷ NA എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 36,000 അംഗങ്ങളുമായി മുന്നോട്ടു പോകുന്ന ബാങ്കിന്റെ ജൈത്രയാത്രയിൽ സഹകരിച്ച എല്ലാ അംഗങ്ങളോടും നന്ദി അറിയിക്കുകയും തുടർന്നും എല്ലാവരോടും സഹകരണം ഉണ്ടാകണമെന്നും സുതാര്യമായ സേവനത്തിലൂടെ എന്നും മട്ടാഞ്ചേരി സാർവജനിക് ബാങ്ക് ഉണ്ടാകുമെന്നും ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ബാങ്കിന്റെ 72ാമത് ജനറൽ ബോഡി യോഗം 21 സെപ്റ്റംബർ 2025 ഞായറാഴ്ച PD ഹൈസ്കൂളിൽ വെച്ച് 10 മണിക്ക് നടക്കുകയാണ്. ഈ പശ്ചിമ കൊച്ചിയിൽ ജനങ്ങളുടെ ഏത് ആവശ്യത്തിനും എല്ലാ സമയവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് മട്ടാഞ്ചേരി സാർവജനിക് സഹകരണ ബാങ്ക്. 1980 മുതൽ ഭാരത റിസർവ് ബാങ്കിൻ്റെ ലൈസൻസോടുകൂടി മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് ഈ MSC ബാങ്ക്. ഏകദേശം 33,000 മെമ്പർമാർ നമ്മൾക്കുണ്ട്. നമ്പറുകൾ പറയണേ 44,000 വരും. മെമ്പർമാർ നമ്മൾ നിലവിൽ ഔഷാന്യങ്ങളുള്ള മെമ്പർഷിപ്പ് 33,000 പേരുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 64 കോടിയോളം നമുക്ക് ബിസിനസ്സിൽ വർധന ഉണ്ടാക്കാൻ സാധിച്ചു. അതിൽ 39 കോടി നിക്ഷേപവും ഏകദേശം 25 കോടി വായ്പയുമാണ്. വായ്പ നീക്കിയിരിപ്പാണ് 25 കോടി വർദ്ധിക്കാൻ സാധിച്ചത്. ബാങ്ക് ലാഭത്തിൽ തന്നെ പ്രവർത്തിക്കുന്നു. ഈ ഭരണസമിതി ചാർജ് എടുക്കുമ്പോൾ ഏകദേശം 2.31 ലക്ഷം രൂപ നഷ്ടമുണ്ടായിരുന്നത് ഞങ്ങൾ അത് നികത്തി 3 കൊല്ലവും ലാഭം ഉണ്ടാക്കി. ഇക്കൊല്ലവും കഴിഞ്ഞ സാമ്പത്തിക വർഷവും, ഇക്കൊല്ലം നടപ്പ് വർഷം 2025-26 കഴിഞ്ഞ വർഷവും ഞങ്ങൾ ലാഭം ഉണ്ടാക്കി. ഡിവിഡൻഡ് കൊടുക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ്. ഞങ്ങൾ ചാർജ് എടുത്ത് 1 വർഷം ലാഭം നഷ്ടം നികത്താൻ വേണ്ടിയുള്ള സമയത്ത് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ല. അന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയ വെറും 3 മാസമാണ്. അതിനുശേഷം ഞങ്ങൾ 12% ഡിവിഡൻഡ് കൊടുത്തു. കഴിഞ്ഞ 23-24 ഞങ്ങൾ 8% കൊടുത്തു. ഇത്തവണ ഞങ്ങൾ 9% ഡിവിഡൻഡ് കൊടുക്കാനാണ്. അതൊരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാണ് ഒരു 5,000 രൂപ ലാഭം കൂടുതലാണ് ഈ വർഷം. കഴിഞ്ഞ വർഷം 111,09,000 ആണെങ്കിൽ ഇത്തവണ 111,14,000 ലാഭമുണ്ട്. കൃത്യമായിട്ട് അടയ്ക്കുന്ന ആൾക്ക് അയാളുടെ പലിശ അടച്ച തുകയുടെ 15% ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തുകൊണ്ടിരുന്നു. അതായത് കൃത്യത എന്ന് പറഞ്ഞ സാധനം ഈ പറഞ്ഞ മെമ്പർമാരിൽ കൊണ്ടുവരിക, അതാണ് എൻ്റെ ലക്ഷ്യം. കൂടാതെ കൃത്യമായിട്ട് അടയ്ക്കാത്തവർക്ക് 1 ടൈം സെറ്റിൽമെൻറ്റ്, കേരള മറ്റേ കുടിശ്ശിക നിർമ്മാർജ്ജന പദ്ധതി എന്തൊക്കെയുണ്ട്, OTS അങ്ങനെയുണ്ട്. ഞങ്ങൾ 5 ലക്ഷം രൂപ വരെ ബിസിനസ് ലോൺ കൊടുക്കുന്നുണ്ട്. പക്ഷേ മാസം ഈ ബിസിനസ്സുകാരന് അടവ് എന്ന് പറയുന്നത് ഗൗരവമുള്ള വിഷയമാണ്. ഞങ്ങൾ ആലോചിക്കുകയാണ്, നിത്യമായിട്ട് ഡെയിലി കളക്ഷൻ ഏർപ്പെടുത്തുന്ന സംവിധാനവും ഭരണസമിതി നടപ്പിലാക്കി. ആ നടപ്പിലാക്കുന്നത് ഏകദേശം ഒക്ടോബറോടെ പൂർത്തീകരിക്കും. അപ്പോൾ ഡെയിലി കളക്ഷൻ വഴിയും ഞങ്ങൾ ചെയ്യാനുള്ള സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. MSC ബാങ്കിനെ കുറിച്ച് ഒരു പൊതുവെയുള്ള ധാരണ, ഓടി വന്നാൽ കാശുമായിട്ട് വീട്ടിൽ പോകാം, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ, തികച്ചും യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. കാര്യം വെച്ചാൽ കൃത്യമായി അടയ്ക്കുന്ന ആളാണോ അതിന് വേറൊരു നിഷ്കർഷയും ആവശ്യമില്ല. അദ്ദേഹത്തിന് ആ വായ്പയായിട്ട് തിരിച്ച് കൊണ്ടുപോയെടുക്കുക. അതിനെ ഞങ്ങളിപ്പോൾ ഒരു പഴയ പെർസണൽ ഷുവർട്ടി ലോൺ എന്നുള്ള പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേര് മാറ്റി സാർവജനിക് ഷെയർ ലോൺ എന്ന് പറഞ്ഞൊരു പേര് പുതിയ നാമകരണം നടത്തി. അത് പ്രകാരം 50,000 രൂപ വീതം ആൾ ജാമ്യത്തിൽ പരസ്പരം ഞങ്ങൾ കൊടുത്തു വരുന്നു. അത് 1 ലക്ഷം രൂപ, ഏകദേശം 4 കോടിയോളം കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇതേപോലൊരു കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഞങ്ങളുടെ മെമ്പേഴ്സിന്, എല്ലാ മെമ്പേഴ്സിനും ഒരു സ്മാർട്ട് കാർഡ്, അതായത് ഞങ്ങളുടെ പേഴ്സിൽ വെക്കാം. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇത് പ്ലാസ്റ്റിക് കാർഡാണ്, ഒരു ഡെബിറ്റ് കാർഡ് പോലെയാണ്, ക്രെഡിറ്റ് കാർഡ് പോലെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. 18% നമ്മുടെ 2024 വളർച്ച. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഒരു ടീഷർട്ട് വെറും 140 രൂപയല്ലേ ഉള്ളൂ. 3 ജീൻസിന് വെറും 999 രൂപയല്ലേ ഉള്ളൂ. ഷോർട്സ് 99 രൂപ, സ്ലിപ്പർ 99 രൂപ, 2 ഷർട്ടിന് വെറും 740 രൂപയുള്ളൂ. ഏറ്റവും പുതിയ ചുരിദാർ സെറ്റുകൾ അഫോർഡബിൾ പ്രൈസ്. അങ്ങനെ സോൾട്ട് ഫാഷനിൽ എല്ലാ ഓഫറാണ്. ദ സോൾട്ട് ഫാഷൻ.